നിലമ്പൂർ അസംബ്ലിയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഒരു 4 ദിവസം കഴിയുമ്പോൾ നടക്കാൻ പോവുകയാണല്ലോ. 19-ാം തീയതി നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഈ അവസരത്തിൽ. കഴിഞ്ഞ 9 വർഷമായിട്ട് തുടർഭരണം ലഭിച്ച ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു റഫറൻഡം, ഒരു ജനഹിത പരിശോധനയായിട്ട് വേണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. അവിടുത്തെ ജനങ്ങൾ തീർച്ചയായിട്ടും അതുകൂടി തീർച്ചയായിട്ടും ഇതിനകത്ത് വിലയിരുത്തും എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സ്വരാജ് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിന് അനുകൂലമായൊരു വിധിയായി വരുമെന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഇതൊരു റഫറൻഡമാണ് എന്ന് പറയാൻ കാരണം. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനത്തിൻ്റെ മികവ് ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോവുകയും അതിന് ജനങ്ങൾ അനുകൂലമായൊരു മാൻഡേറ്റ് തരികയാണെങ്കിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി 9 മാസം കഴിഞ്ഞ് നടക്കുന്ന കേരള നിയമസഭാ അസംബ്ലി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും. മറുവശത്ത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭരണത്തിൽ അവരില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. മുന്നണി ശക്തമാക്കണം എന്നുള്ളൊരു സാഹചര്യമുണ്ട്. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം എത്ര ബലവത്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ് ഈ തിരഞ്ഞെടുപ്പ്. മാത്രമല്ല UDF സ്ഥാനാർത്ഥി വിജയിച്ചാൽ കോൺഗ്രസിനും UDF-നും അതോടൊപ്പം മുസ്ലിം ലീഗിനും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വിജയപ്രതീക്ഷയായിട്ട് പോകാം. കാരണം കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകൾ 2016-ലും 2021-ലും തോറ്റതിന് ശേഷം അവർക്ക് 2026-നെ ഫേസ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു മാൻഡേറ്റ് ആ നിലയ്ക്ക് അതിനെ അനുകൂലമാക്കി എടുക്കാൻ നിലമ്പൂർ അസംബ്ലി തിരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു കാരണമാകുന്നു എന്നുള്ളതാണ്. മൂന്നാമത് കുറച്ച് തമാശ രൂപേണ പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ച അൻവറിനെ അദ്ദേഹത്തിൻ്റെ ജനകീയത പരിശോധിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. മറ്റൊരു കാരണം ഇതോടൊപ്പം ചൂണ്ടിക്കാണിക്കാനുള്ളത് വ്യക്തി സ്വാധീനമുള്ള രാഷ്ട്രീയത്തിന് കേരളത്തിൽ എത്ര പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. അത്യപൂർവമായിട്ട് മുമ്പ് PC ജോർജ്, അതിനു മുമ്പ് പത്തനംതിട്ട ജില്ല കൊണ്ടുവരാൻ കാരണമാക്കിയ KK നായർ, പിന്നെ കോൺഗ്രസിൽ നിന്നും മറ്റും പുറത്തുപോയ ചില നേതാക്കന്മാർ, അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച് പിന്നീട് അവർ പാർട്ടിയിലേക്ക് ലയിക്കുന്നൊരു സാഹചര്യം വന്നു. പക്ഷേ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുകയും ഒരിടവും ചെന്ന് എത്താതാവുകയും ഇപ്പോൾ BJP ചേർന്നെങ്കിലും വലിയ പ്രസക്തിയില്ലാതെ അസ്തമിക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അൻവർ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ മൂന്നാമതായി ചൂണ്ടിക്കാണിക്കേണ്ട പ്രത്യേകത. അതൊരു പ്രാധാന്യമുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിന്. അൻവറിനെ സംബന്ധിച്ചിടത്തോളവും ഒറ്റയാൻ നയങ്ങളും വെച്ച് മുന്നോട്ട് പോയി മുന്നണികളെല്ലാം ധിക്കരിച്ച്, പാർട്ടികളെല്ലാം ധിക്കരിച്ച് അപ്പോഴപ്പോൾ പാർട്ടികൾ മാറുന്ന സാഹചര്യം, അതിനെന്ത് പ്രസക്തിയുണ്ട് എന്നുള്ളതും ഈ തിരഞ്ഞെടുപ്പിൽ കൂടി വ്യക്തമാകാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ 3 കാര്യങ്ങളും നമുക്ക് പ്രാധാന്യമുള്ളതാണ് എന്ന് പറയാൻ കാരണം. ഇനി പ്രചരണ രംഗത്തേക്ക് വരാം. വാസ്തവത്തിൽ പ്രചരണ രംഗത്ത് ശക്തമായൊരു സംവാദം നടന്നില്ല എന്നുള്ളതാണ് വസ്തുത. നല്ല കാര്യങ്ങൾ പറയാനും ചർച്ച ചെയ്യാനും ഒത്തിരി അവസരമുണ്ടായിരുന്നു. വികസനം തന്നെ പ്രത്യേകത. വികസനത്തെക്കുറിച്ച് വിശാലമായ ചർച്ചകളുണ്ടായില്ല. അതോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ ആൻറ്റി ഇൻകംബൻസി വർദ്ധിപ്പിക്കാനോ ആ നിലയ്ക്ക് ശ്രദ്ധ കൂടുതൽ ആകർഷിക്കുന്ന രീതിയിൽ നല്ലൊരു ചർച്ച ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. അവസാനത്തെ ഘട്ടം വന്നപ്പോൾ മാത്രമാണ് അല്പമെങ്കിലും ക്ഷേമ പദ്ധതികളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും സാധാരണക്കാരന് കിട്ടേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിലക്കയറ്റത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും ഒക്കെ ഒരു ചർച്ച വന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ പ്രചരണ രംഗം ശുഷ്കമായിരുന്നു ആശയദാരിദ്ര്യം കൊണ്ട്. മറുവശത്താകട്ടെ
പ്രചരണ രംഗത്ത് വന്ന കാര്യങ്ങളെല്ലാം വളരെ പ്രാധാന്യമില്ലാത്ത ഇഷ്യൂസായിരുന്നു. അതിലൊന്ന് പരസ്പരം വർഗീയത പറഞ്ഞ് ചെളിവാരി എറിയുന്നൊരു സാഹചര്യമായിരുന്നു. അതിൽ അൻവറും ഒട്ടും പുറകിലായിരുന്നില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി UDF പിന്തുണയ്ക്കുന്നത് കൊണ്ട് അവർ തീവ്രവർഗീയ പാർട്ടിയാണെന്ന് LDFും, PDPയും ഇതുപോലെ വർഗീയ പാർട്ടിയാണെന്ന് UDFും, ഹിന്ദു മഹാസഭ LDF പിന്തുണച്ചതും, ഇതൊക്കെ വാസ്തവത്തിൽ ഇവരെല്ലാം ശക്തിയില്ലാത്ത ദുർബലരായ ചെറിയ കക്ഷികളാണ്. അവർ വിചാരിച്ചാൽ 3000 4000 വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിക്കാൻ പറ്റും. പക്ഷെ പ്രചരണ രംഗത്തെ വിവാദ ചർച്ചകളിലേക്ക് അത് പോയത് വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് നല്ല ആശയങ്ങൾ ചർച്ച ചെയ്യാനുള്ള സുലഭമായൊരവസരത്തെ നഷ്ടപ്പെടുത്തി. അതോടൊപ്പം പരസ്പരം വർഗീയ പാർട്ടികളാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സമ്മതിദായകർ കൺഫ്യൂസ്ഡാണ്. അവരുടെ ആശയക്കുഴപ്പം എല്ലാവരും ഒരേ സമയം മതേതരത്വമാണെന്ന് പറയുന്നു, അതോടൊപ്പം വർഗീയതയെ പ്രീണിപ്പിക്കുന്നു. മതേതരത്വവും വർഗീയതയും ഒരേ സമയം നടക്കുമ്പോൾ ആരാണ് യഥാർത്ഥ വർഗീയ പാർട്ടി, ആരാണ് യഥാർത്ഥ മതേതരത്വ പാർട്ടി? ജനങ്ങളെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്നതല്ലാതെ, കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കിയതല്ലാതെ ഇത്തരം വില കുറഞ്ഞ പ്രചരണം വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പ് രംഗത്തെ യഥാർത്ഥ ആശയ സംവാദത്തെ ശുഷ്കമാക്കി കളഞ്ഞു. ആ നിലയ്ക്ക് രാഷ്ട്രീയ പാർട്ടികളൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല. വോട്ട് നേടാൻ വേണ്ടി വളരെ വില കുറഞ്ഞ രീതിയിലുള്ള പ്രചരണ ചർച്ചയിലേക്കാണ് പോയത്. ഇനിയിപ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് ആയിക്കഴിഞ്ഞു. അതിൻ്റെ പ്രോബബിലിറ്റി, സാധ്യതകളെക്കുറിച്ചും അതെങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചും ഹ്രസ്വമായിട്ടൊന്ന് നമുക്ക് ചർച്ച ചെയ്യാം. പരമ്പരാഗതമായി UDF വലിയ മുൻതൂക്കം ലഭിച്ചിരുന്നൊരു മണ്ഡലമാണ് നിലമ്പൂർ. 1967 CPM സ്ഥാനാർത്ഥിയായിരുന്ന കുഞ്ഞാലി ജയിച്ചത് ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ 2016-ലെയും 2021-ലെയും ഇലക്ഷനിൽ അൻവർ വിജയിച്ചതും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും 1970 മുതൽ 2011 വരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ്സാണ് വൻ വിജയം നേടിയെടുത്തത്. നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ഒരു വശത്ത് ലീഗിനെ പ്രീണിപ്പിക്കാതെ അവരുടെ സ്ഥാനത്ത് തന്നെ നിർത്തിക്കൊണ്ട് കോൺഗ്രസ്സിനകത്തുള്ളൊരു മതേതരത്വ ആശയത്തെ മുന്നോട്ട് കൊണ്ടുവന്നുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു ആര്യാടൻ മുഹമ്മദ് നടത്തിയത്. അതിന് അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ് അദ്ദേഹം തുടർച്ചയായി ജയിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നീട് ഉണ്ടായ തിരഞ്ഞെടുപ്പുകളിൽ അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ വന്നില്ല. മാത്രമല്ല മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന് 5-6 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ തിരഞ്ഞെടുപ്പ് രംഗത്ത് വന്ന പുതിയ പൊളിറ്റിക്കൽ ഓപ്പറേഷനിൽ LDF നേടിയ മുൻകൈയാണ്. അതിനുവേണ്ടി നടത്തിയ പല പരീക്ഷണങ്ങളിൽ ഒരു മേഖല നിലമ്പൂർ തന്നെയായിരുന്നു. എന്നാലും പരമ്പരാഗതമായി UDF മേൽക്കോയ്മയുള്ള ഒരു മണ്ഡലമാണ്. അതുമാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പിലെ ഒരു വലിയ പ്രത്യേകത, മുസ്ലിം ലീഗും കോൺഗ്രസും ഒരേ മനസ്സായി നിൽക്കുന്നു, ഒറ്റത്തട്ടിൽ തന്നെ നിൽക്കുന്നു. മുന്നണിയിൽ അവരൊന്നാണെങ്കിലും മലപ്പുറത്ത് പലപ്പോഴും വ്യത്യസ്തമായി മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ വളരെ ആത്മാർത്ഥതയോടുകൂടി മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുന്നു. അതിൻ്റെ കാരണം വ്യക്തമാണ്. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഭാവിയില്ല എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഐക്യത്തിന് അവിടുത്തെ നിയോജകമണ്ഡലത്തിൽ സമ്മതിദായകരുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ആ മുസ്ലിം ലീഗിൻ്റെ ആത്മാർത്ഥമായ പിന്തുണയും കോൺഗ്രസ്സിനകത്ത് നടത്തിയ പുതിയ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞ് കൂടുതൽ വിവരിക്കാം. ഇത് രണ്ടും ഒരുമിച്ച് വരുന്നൊരു സാഹചര്യവും അതോടൊപ്പം ഭരണവിരുദ്ധ വികാരവും ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ളതും പരിഗണിക്കുമ്പോൾ UDF മുൻതൂക്കമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് പറയുമ്പോൾ വിലക്കയറ്റം, അഴിമതി, സ്വജനപക്ഷപാതം, പിന്നെ നേതൃത്വത്തിൽ കണ്ടിട്ടുള്ള അരഗൻസ്, അത് അണികളിലുണ്ടായത്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആക്ഷേപങ്ങൾ ഭരണത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നതുണ്ട്. അത് ജനങ്ങൾക്കിടയിൽ അത് വലിയ സംസാരമുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് അത് വേണ്ട രീതിയിൽ UDF ക്യാമ്പയിൻ ചെയ്തോ എന്നുള്ളത് സംശയമുണ്ടെങ്കിലും വളരെ നിശബ്ദമായിട്ടെങ്കിലും ആൻറ്റി ഇൻകംബൻസി പ്രവർത്തിക്കുന്നുണ്ട്.
ഈ ഘടകവും അതോടൊപ്പം അൻവർ പുറത്തു വന്ന സാഹചര്യവും കൂടി പരിഗണിക്കുമ്പോൾ നഷ്ടം കൂടുതൽ വരാൻ സാധ്യതയുള്ളത് ഇടതുപക്ഷത്തിനാണ്. അൻവർ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, അദ്ദേഹം ആദ്യം DMK പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ പോയി, പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ പോയി, അത് കഴിഞ്ഞ് സ്വതന്ത്രനായാണ് ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിടയിൽ എങ്ങനെയാണ് ഒരു ജനകീയത വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഈ തിരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചാൽ അതിന് ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. അടിച്ചേൽപ്പിച്ച തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ അടിച്ചേൽപ്പിച്ച തിരഞ്ഞെടുപ്പിൽ അൻവർ കഴിഞ്ഞാൽ പിന്നെ ഇടതുമുന്നണിക്കാണ് ഈ ആക്ഷേപം വരുന്നത്. ഈ രണ്ട് സാഹചര്യങ്ങളും തീർച്ചയായിട്ടും UDFന് ഗുണം ചെയ്യും. അൻവറിനെ സംബന്ധിച്ചിടത്തോളം SDP-യുടെ ഒരു ഭാഗം വോട്ടുകളും തീവ്ര മതമൗലിക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളുടെ പിന്തുണയും എല്ലാം കിട്ടുന്നതല്ലാതെ മറ്റൊരു സോഷ്യൽ ബേസ് അൻവറിന് ഞാൻ അവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ചില ആൾക്കാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അദ്ദേഹം അത്ഭുതം കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ആ വോട്ട് ബേസ് ശുഷ്കിച്ചു. ആ നിലയ്ക്ക് 5 സ്ഥാനാർത്ഥികളുണ്ടെങ്കിലും തീർച്ചയായിട്ടും 4-മതോ 3-മതോ ആയിട്ട് തന്നെ അൻവർ വരാനേ സാധ്യതയുള്ളൂ. പ്രധാനമായതൊരു ബൈപ്പോളാർ കണ്ടസ്റ്റാണ്. UDFും LDFും മുൻപന്തിയിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് അൻവറും BJPയും SDP-യുമാണ്. ഇവരെല്ലാം വളരെ താഴെയാണ് എന്നുള്ളതാണ്. ആ നിലയ്ക്ക് അൻവറിന് ഉദ്ദേശിക്കുന്ന രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. മറ്റൊന്ന്, ഈ അടിച്ചേൽപ്പിച്ച തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് 9 മാസം കഴിഞ്ഞാൽ പൊതു തിരഞ്ഞെടുപ്പ് വരികയാണ്. അതിനു മുമ്പ് എന്ത് വികസനമാണ് ഇവിടെ ആർക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്നത്? മറ്റൊരു ചോദ്യം, ഒരു പക്ഷേ UDF ജയിച്ചെന്ന് ഇരിക്കട്ടെ, അങ്ങനെ ജയിച്ചാൽ തന്നെ ഭരണമാറ്റം ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. 99 സീറ്റ് 98ആയി മാറും എന്നുള്ളതിൽ കവിഞ്ഞ് LDFൻ്റെ ശക്തിക്ക് ഒരു കുറവുമില്ല. പക്ഷേ ജനങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു അവസരമായി ഉപയോഗിച്ച് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ലീഗിനെ കുറിച്ച് പറഞ്ഞെങ്കിലും കോൺഗ്രസ് പാർട്ടിക്കുണ്ടായിട്ടുള്ള വെല്ലുവിളികളും ചില്ലറയല്ല. കോൺഗ്രസ് പാർട്ടിയുടെ സീനിയർ ലീഡേഴ്സ് എല്ലാം അൻവറിനെ മുന്നണിയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്ന കുറച്ച് പേരെങ്കിലും അതിൻ്റെ അബദ്ധം കുറച്ചു കഴിഞ്ഞ് മനസ്സിലായി. സതീശനെടുത്ത ശക്തമായ നിലപാട് കോൺഗ്രസിനും UDFനും അംഗീകരിക്കേണ്ടി വന്നു. മാത്രമല്ല, ഇങ്ങനെ വിലപേശുന്ന ഒരാളെയും കൊണ്ട് മുന്നോട്ട് പോയാൽ കൂടുതൽ പ്രാരാബ്ദങ്ങൾ വർദ്ധിപ്പിക്കുന്നല്ലാതെ കൂടുതൽ ഗുണങ്ങളൊന്നും അൻവറിൽ നിന്ന് ലഭിക്കാനിടയില്ല എന്നുള്ള സതീശൻ്റെ ഉറച്ച തീരുമാനത്തിന് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം സതീശൻ അതൊരു റിസ്ക് എടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു, കോൺഗ്രസ് ഇലക്ഷനിൽ ജയിക്കുകയാണെങ്കിൽ അത് UDFൻ്റെ മൊത്തത്തിലുള്ള വിജയമാണ്, കോൺഗ്രസ് പാർട്ടിയുടെയും സംയുക്തമായ വിജയത്തിൻ്റെ കാരണമാണ്. തോക്കുകയാണെങ്കിൽ അതെൻ്റെ തോൽവിയാണ് എന്ന് സതീശൻ പറയുന്നു. അപ്പോൾ അത് ആ കാൽക്കുലേറ്റഡ് റിസ്ക് ഉണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ആത്മവിശ്വാസത്തിലാണ്. മറിച്ചാണ് സംഭവിക്കണമെങ്കിൽ യാതൊരു സംശയവുമില്ല 2026 അസംബ്ലിയിൽ ലീഡ് ചെയ്യാൻ, കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ലീഡ് ചെയ്യാൻ സതീശന് കഴിയില്ല. അതുകൊണ്ട് സതീശനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു വെല്ലുവിളി നിറഞ്ഞ തിരഞ്ഞെടുപ്പാണ്. പക്ഷേ അദ്ദേഹം ആത്മവിശ്വാസത്തിലാണ്. സീനിയർ നേതാക്കളാകട്ടെ പ്രചരണ രംഗത്ത് കാര്യമായി കണ്ടിട്ടില്ല. സുധാകരനെ അധികം കണ്ടിട്ടില്ല. മുരളീധരനെയും രമേശ് ചെന്നിത്തലയും ചെറുതായി ഒന്ന് കണ്ടു എന്നല്ലാതെ പ്രചരണ രംഗം വാസ്തവത്തിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ചെറുപ്പക്കാരുടെ നിരയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും വിഷ്ണുനാഥും ബലറാമും മാത്യു കുഴൽനാടനും അങ്ങനെ ചെറുപ്പക്കാരുടെ ഒരു നല്ല നിര ഈ തിരഞ്ഞെടുപ്പ് അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. അത് ഒരു കോൺഗ്രസ് സംബന്ധിച്ചോളം ഈ സമയത്ത് വന്നതൊരു പോസിറ്റീവ് ഫാക്ടറാണ്. കാരണം ഡിസ്ക്രെഡിറ്റ് ആയിട്ടുള്ള പല ലീഡേഴ്സും വന്ന് അതും ഇതും പറഞ്ഞ് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനേക്കാൾ ചെറുപ്പക്കാർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടിൽ അത് അവതരിപ്പിക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു സാങ്കത്യം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്തെങ്കിലും തിരിച്ചടിയാണ് കോൺഗ്രസ്സിന് ഉണ്ടാകുമെങ്കിൽ അത് കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്കുകൾക്ക് ആക്കം കൂട്ടും എന്നുള്ളതും നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. പക്ഷേ പ്രചരണ രംഗം ചിട്ടയായിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. UDFിനോടൊപ്പം LDFൻ്റെ തെരഞ്ഞെടുപ്പ് രംഗവും അതുപോലെ ചിട്ടയായിട്ടാണ് മുന്നോട്ട് പോയത്. LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും എല്ലാം തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങുകയും
അവർക്കവിടെ വോട്ടില്ല എന്ന് പറയുന്നതോടൊപ്പം പൊതുസമൂഹത്തിൻ്റെ വോട്ട് സ്വരാജിന് കൊടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതിനെത്ര സ്വാധീനമുണ്ടാക്കും എന്നുള്ള കാര്യം നമുക്ക് തിരഞ്ഞെടുപ്പ് വിധി വരുമ്പോഴേ പറയാൻ കഴിയുള്ളൂ. പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിട്ടുണ്ട്. വരുന്ന 2 ദിവസമെങ്കിലും അവർ തിരഞ്ഞെടുപ്പ് സ്ഥലത്തുണ്ടാകും. ഈ രംഗത്ത് പ്രിയങ്ക ഗാന്ധിക്കൊരു സ്വാധീനമുണ്ട്. കാരണം അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന വയനാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് നിലമ്പൂരിൽ അവിടുത്തെ ജനങ്ങൾക്ക് പ്രിയങ്കയോട് വലിയ ആഭിമുഖ്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ പ്രവർത്തനം UDFന് ശക്തി കൂട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഘടകങ്ങളെല്ലാം കൂടി വിലയിരുത്തിയാണ് ഞാൻ UDFനുള്ള വിജയസാധ്യത കാണുന്നത്. ഇതൊരു ബൈപ്പോളാർ കണ്ടസ്റ്റാണ്. BJP രംഗത്തേ ഇല്ല എന്ന് പറയാം. മടിച്ചാണ് BJP രംഗത്ത് വന്നത്. ഒരുപക്ഷെ അവർ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇനി വരാൻ പോകുന്ന ഡിസംബറിൽ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലും ശ്രദ്ധിക്കുക എന്നുള്ളതായിരിക്കാം. അത് അവരെ സംബന്ധിച്ചോളം പ്രാധാന്യം അർഹിക്കുന്നു. കാരണം മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പ്രാമുഖ്യം കാണിച്ചാൽ പിന്നെ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ അവർക്ക് നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ട്. എന്നാൽ നിലമ്പൂരിലെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ BJPക്ക് അവിടെ റിലവൻസ് ഇല്ല. അത് അവർക്ക് നന്നായിട്ടറിയാം. എ ക്ലാസ് മണ്ഡലമല്ല, B ക്ലാസ് മണ്ഡലമല്ല. അപ്പോൾ BJPക്ക് Aയും Bയും അല്ല C ആണോ എന്നൊരു സംശയമാണ്. ആ നിലയ്ക്ക് അവർ അധികം പ്രചരണ രംഗത്ത് ശക്തിയായി കാണുന്നില്ല. SDP ശക്തിയും അതുപോലെ വലുതായിട്ട് കാണുന്നില്ല. കാരണം SDP വോട്ടിൻ്റെ ഒരു വിഹിതം അൻവർ കൊണ്ടുപോകുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ബാക്കിയുള്ളത് SDPക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 3 പേരും SDPയും BJPയും അൻവറും അവരാണ് ഈ സാഹചര്യത്തിൽ വളരെ പുറകോട്ട് പോകുന്നത്. മറ്റ് അടിയൊഴുക്കുകൾ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ ചർച്ച ചെയ്ത രീതിയിലേക്കുള്ളൊരു ഫലത്തിനാണ് സാധ്യത. പരമ്പരാഗതമായ UDFന് സ്വാധീനമുള്ള മണ്ഡലം തിരിച്ചു പിടിക്കുകയാണെങ്കിൽ അത് UDFന് അടുത്ത തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ആത്മവിശ്വാസമുണ്ടാകും. അതേസമയം LDFനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് 2026 അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ജനഹിത പരിശോധനയാണ്. ആ വെല്ലുവിളി LDFനെ നേരിടുകയും ഉണ്ട് എന്നുള്ളതാണ്.